എന്താണ് സഹനം? ഖുർആന് സഹനത്തെ കുറിച്ച് വിശദീകരിക്കുന്ന സുന്ദരമായ ഒരു രംഗമാണ്. വലദീന സ്വബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. അവിടെ പടച്ചറബ് പറയുന്നത് വലദീന സ്വബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ആഗ്രഹിച്ചവർ ക്ഷമിക്കുന്നവരാണ്. ഇപ്പോൾ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ക്ഷമ ഉണ്ട്. ഇപ്പോ പ്രാർത്ഥിക്കണമെങ്കിൽ ക്ഷമ വേണ്ടേ? പള്ളിയിലേക്ക് കൃത്യമായി 5 വക്ത് നമസ്കാരം പള്ളിയിലേക്ക് പോകണമെങ്കിൽ ക്ഷമ വേണ്ടേ? സുബൈക്ക് മരം കോച്ചുന്ന തണുപ്പത്ത് പള്ളിയിലേക്ക് പോകണമെങ്കിൽ നല്ല ക്ഷമ വേണം. അസറിനൊരു മയക്കത്തിന് എണീറ്റ് പോകണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഒന്നും വേണ്ട, ഖുർആൻ അല്പനേരം ഒന്ന് ഓതണമെങ്കിൽ ഒരു 1/2 പേജ് ഓതുമ്പോൾ 1 പേജ് ഓതുമ്പോൾ ക്ഷീണിക്കുന്നു. അപ്പൊ അവിടെയാണ് ഖുർആൻ പറയുന്നത് വല്ലദീന സ്വബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം. ഖുർആൻ അവർ ഓതണമെങ്കിൽ അവർ ക്ഷമിക്കുന്ന ആളുകളാണ്. സത്യം പറയണമെങ്കിൽ ക്ഷമ വേണം. വളരെ ക്ഷമിക്കേണ്ട ഒരു ഭാഷയാണ് സത്യം പറയാം. പക്ഷെ നുണ പറയാൻ വല്ലാതെ ക്ഷമിക്കേണ്ട ആവശ്യമില്ല, ആർക്കൊന്നും പറയാം. അപ്പൊ നുണ പറയാതിരിക്കണമെങ്കിൽ നന്നായി ക്ഷമിക്കണം, സത്യം പറയണമെങ്കിൽ അവർ ക്ഷമിക്കണം. അപ്പൊ ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്വബറാണ്, ക്ഷമയുടെ സഹനത്തിന്റെ ഭാഷയാണ്.